ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 34-ാം തിരുലിഖിതം. ജെറൂസലം, ജെറൂസലം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കലേക്ക് അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, നിന്റെ മക്കളെ പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു, എന്നാൽ നീ അതിന് സമ്മതിച്ചില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ ലോകമെമ്പാടും അനേക രാജ്യങ്ങളിൽ ചെറിയ കൈക്കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയവർ വരെയുള്ള വലിയ ഒരു ജനസഞ്ചയം, ലക്ഷോപലക്ഷം ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അത്ഭുത അഭിഷേകം പ്രാപിക്കുന്ന സമയമാണ് ഈ സമയം. ഈ കൂട്ടായ്മയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ മകനെ, മകളെ, നീ ആയിരിക്കുന്ന സ്ഥലം, നീ ആയിരിക്കുന്ന കുടുംബത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതലുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. വചനം കേൾക്കുക, പ്രാർത്ഥിക്കുക, ഇത് നിസ്സാരമായൊരു കാര്യമല്ല. ഒരുപക്ഷെ നീ ഇന്ന് മനപ്രയാസത്തിലായിരിക്കാം, ഒരുപക്ഷെ നീ ഇന്ന് ജോലിയില്ലാതിരിക്കുകയായിരിക്കാം, ഒരുപക്ഷെ നീ ഇന്ന് കടബാധ്യതയിലായിരിക്കാം, ഒരുപക്ഷെ നീ ഇന്ന് കുടുംബം തകർന്നിരിക്കുകയായിരിക്കാം, ഒരുപക്ഷെ നീ ഇന്ന് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വിഷമിക്കുകയാകാം, ഒരുപക്ഷെ നിരാശപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാകാം. മക്കളെ, ദൈവത്തിൽ വിശ്വസിക്കുക, അവിടുത്തെ വചനത്തിലും വിശ്വസിക്കുക, അവിടുന്ന് അയച്ച രക്ഷിതാവ് യേശുവിലും വിശ്വസിക്കുക. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ബീന, ഞാൻ ഇത്തിദാനത്തെന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോൾ ഒരു നേഴ്സാണ്. ഒരു ഹോസ്പിറ്റലിൽ നിസ്സാര ശമ്പളത്തിനാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ബാങ്ക് ലോൺ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് ലോണിൻ്റെ പൈസ അടയ്ക്കാനായിട്ട് ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരുന്നു. ഞാൻ അവസരത്തിൽ കുറുമ്പനാടത്ത് അച്ഛൻ്റെ ധ്യാനം കൂടുകയും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരുന്ന സമയത്ത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു. ആരാധന ഈ വൈകുന്നേരം 5 തൊട്ട് 4 തൊട്ട് 5 വരെ ആരാധന ഉണ്ടാവും. ആരാധനയുടെ സമയത്ത് അവര് കുടപ്പനാട് ഇതേപോലെ കൺവെൻഷന്റെ വൈകുന്നേരത്ത് ആരാധനയുടെ സമയത്ത് ഇവർ യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഈ വിഷയം അങ്ങോട്ട് സമർപ്പിച്ച് എന്നിട്ടോ പ്രാർത്ഥിച്ചു. ഞാൻ വേറൊന്നും ആഗ്രഹിച്ചില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യം കഴിഞ്ഞ് ചെലവ് കഴിഞ്ഞ് 10,000 രൂപ ബാങ്കിൽ അടയ്ക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി പറയുമ്പോൾ അങ്ങനെ കൃത്യം പറഞ്ഞാൽ അതേപോലെ ദൈവം അനുഗ്രഹിക്കും. വെറുതെ എന്തെങ്കിലും ജോലി എന്ന് പറഞ്ഞാൽ 2,000 രൂപ 1,000 രൂപ ശമ്പളമുള്ള ജോലിയായിരിക്കും. എന്നാൽ എനിക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്, വീട് മേടിക്കണം, ഒരു കാറ് മേടിക്കണം, പിന്നെ ലോൺ അടയ്ക്കണം. ഡൽഹിയിലായിരുന്നു എൻ്റെ മോള് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ടെസ്റ്റ് എഴുതി പഞ്ചാബിൽ PGMARന്റെ കേന്ദ്ര സർക്കാരിൻ്റെ ടെസ്റ്റ് എഴുതി 28,000 പേരോളം എഴുതിയ ടെസ്റ്റാണ്. 2,000-ലധികം പേരെ ഇന്റർവ്യൂവിന് വിളിച്ചു. അതിൽ എൻ്റെ മോൾക്ക് 6ാം റാങ്ക് ലഭിച്ചു. അവിടെ ജോലി കിട്ടി, കേന്ദ്ര സർക്കാരിന്റെ ജോലി. നല്ലൊരു ജോലി കൊടുത്ത് നല്ല ശമ്പളം കൊടുത്ത് അങ്ങ് അനുഗ്രഹിച്ചു. 40,000-ലധികം രൂപ ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി ഇന്ത്യയിൽ തന്നെ പുറത്തല്ല, ഇന്ത്യയിൽ തന്നെ അത്ര ശമ്പളം കൊടുത്ത് ദൈവം ഉയർത്തി. ഒരു കുറുമ്പനാടത്തിൽ കർത്താവിനോട് ആരാധന. എനിക്ക് എൻ്റെ മക്കൾക്ക് ജോലി വേണം, ജോലി വെറുതെ ഒരു ശമ്പളം വേണം. ഹൃദയം നൊന്ത് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ആവശ്യത്തിലധികം തന്ന് ബ്ലസ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയ പൈതലെ, നിരാശപ്പെട്ടിരിക്കരുത്, കണ്ണുനീരൊഴുക്കി സങ്കടപ്പെട്ട് അങ്ങനെ മടുത്തിരിക്കരുത്. കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നീ കൈകൾ ഉയർത്തണം, ഹൃദയം ദൈവത്തിങ്കിലേക്ക് നീ ഉയർത്തണം. ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഓരോരുത്തരും ഓരോ അവസ്ഥയിലാണ്. പല കുടുംബങ്ങളുടെ ഓരോ അവസ്ഥകളിലേക്ക് അത്ഭുതകരമായി ഇടപെടുന്ന ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ നിമിഷങ്ങളാണിത്. മക്കളെ, ഹൃദയം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയവും കാലവും നീ തിരിച്ചറിയണം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക.
കുട്ടികളും മാതാപിതാക്കന്മാരോടൊപ്പം തന്നെ ചേരുക. ഇത് വലിയൊരു ആത്മീയ പോരാട്ട സമയമാണ്. ഒരു കൃപയുടെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന സമയമാണ്. ഇത് അലസര സമയമല്ല. ഇത് കാലും കയറ്റി വെച്ചിരുന്ന് സാധാരണ ഒരു സീരിയൽ കാണുന്നത് പോലെ കാണാനുള്ള സമയമല്ല ഇത്. പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ അന്വേഷിക്കാനുള്ള സമയമല്ല ഇത്. കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു. എല്ലാ ദൈവമക്കളും കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുതകരമായ കൃപാവാരി വർഷിക്കണമേ. തളർന്ന ഹൃദയങ്ങളെ സ്പർശിക്കണമേ. വേദനിക്കുന്ന ജീവിതങ്ങളെ സ്പർശിക്കണമേ. കുഞ്ഞു മക്കളെ തൊടണമേ. ഓരോ കുഞ്ഞിനെയും സ്പർശിക്കണമേ. അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. അത്ഭുതങ്ങൾ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ കർത്താവേ. എല്ലാ ദുഃഖത്തിന്റെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു. അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു. ദുർപീഡകളെ ശാസിക്കുന്നു. തകർച്ചകളെ ശാസിക്കുന്നു. പരാജയ ശക്തികളെ ശാസിക്കുന്നു. എല്ലാ എതിർശക്തികളെ ശാസിക്കുന്നു. ദുർബാധകളെ ശാസിക്കുന്നു. ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവിന്റെ അതിശയമായ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഫാമിലി ബൈ ഫാമിലി, പേഴ്സൺ ബൈ പേഴ്സൺ ഓരോരുത്തരെയും യേശുവേ അങ്ങയുടെ അത്യുന്നത നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ സമയം തന്നെ സമാധാനം നിറയട്ടെ. ഈ സമയം തന്നെ സ്നേഹം നിറയട്ടെ. ഈ സമയം തന്നെ ക്ഷമ നിറയട്ടെ. ഈ സമയം തന്നെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ. ആരാധന, ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. 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 നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുലിഖിതം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനം നമുക്ക് ഏറ്റു പറയാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഈ ഒരു എപ്പിസോഡിന്റെ സമയത്ത് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ചില രംഗങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട മേഖലകൾ അവിശ്വാസ പീഡ അനുഭവിക്കുന്ന ദൈവമക്കളുടെ സങ്കടത്തിൻ്റെയും വേദനയുടെയും മേഖലകളാണ്. പലരെയും ഈ കാലഘട്ടത്തിൽ ചില തിന്മയുടെ അരൂപി പീഡിപ്പിക്കുകയാണ്. അവർ ചിന്തിക്കുകയാണ്, ഇതെല്ലാം എങ്ങനെ നടക്കും? ഇതാ ദൈവമക്കൾ ഒന്ന് പ്രാർത്ഥിച്ചു, വെഞ്ചരിച്ചു, ലേശ ഉപ്പ് കൊണ്ടുപോയി കോമ്പൗണ്ടിലിട്ടു, ഇതാ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. ദൈവമക്കൾ കുറച്ച് വെള്ളമെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വെഞ്ചരിക്കുന്നു, വൈദികരെ കൊണ്ട് വെഞ്ചരിപ്പിക്കുന്നു, ഇതാ കിണറ്റിൽ തളിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് ഒഴിക്കുന്നു, കോമ്പൗണ്ടിൽ ഒഴിക്കുന്നു. ആ കുടുംബത്തിൽ നിന്ന്, കോമ്പൗണ്ടിൽ നിന്ന് കൂട്ടമായി കീടങ്ങളും ക്ഷുദ്രജീവികളും പാമ്പുകളും കാട്ടുമൃഗ ശല്യങ്ങളും കൂട്ടത്തോടെ ഒഴിഞ്ഞു പോവുകയാണ്. ദൈവമക്കൾ ഇതാ ദൈവസന്നിധി വരുന്നു, ലേശം മണ്ണെടുത്ത് പ്രാർത്ഥിച്ച് കൊടുത്തു വിടുന്നു. ആ മണ്ണ് കൊണ്ട് ഇടുന്ന ആ ഒരു മണിക്കൂറിൽ തന്നെ കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. വർഷങ്ങളായി 10, 25, 35 വർഷങ്ങളായുള്ള കഠിന ബന്ധനങ്ങൾ തകരുന്നു. ദൈവജനം വിടുതൽ പ്രാപിക്കുന്നു. ഇങ്ങനെ ഒരു 100,000 വഴികളിലൂടെ ദൈവത്തിന്റെ ഇടപെടൽ. ഇതെല്ലാം കാണുമ്പോൾ ചോദിക്കുകയാണ്, ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെ എങ്ങനെ നടക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പ് വെഞ്ചരിച്ച് ഉപയോഗിക്കുന്ന ദൈവമക്കളെ കുറിച്ചും മണ്ണ് വെഞ്ചരിച്ച് ഉപയോഗിക്കുന്നവരെ കുറിച്ചെല്ലാം പലതരത്തിലുള്ള ദൂഷണങ്ങൾ പറഞ്ഞു വരുത്തുന്ന ദൈവമക്കളെയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് പര്യാകുലരായിരിക്കുന്നവരെയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നിഷ്കളങ്ക ഹൃദയത ഉപയോഗിച്ച് ദൈവത്തിന് ശക്തി കണ്ട് ആഹ്ലാദിക്കുന്ന ആയിരങ്ങളെയും അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഈ വിഷമവും ഈ സങ്കടവും ഈ സംശയങ്ങളും വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ വെളിപ്പെടുത്തി, ദൈവത്തിന് ഒന്നും
അസാധ്യമല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുലിഖിതങ്ങളാണ്. അവിടെ ഏലീഷ പ്രവാചകനും പ്രവാചക ഗണവും ഇരിക്കുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സ്ഥലമില്ല. ഉടനെ അവർ പറഞ്ഞു, ഗുരു, എലീഷ പ്രവാചക, നമുക്ക് കുറച്ചും കൂടെ വലിയ ഒരു താമസ സ്ഥലം, ഒരു ഷെഡ് കെട്ടണം. 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പ്രവാചക ഗണം ഏലീഷായോട് പറഞ്ഞു, അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ്. നമുക്ക് ജോർദാൻ അരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം. ഏലീഷ പ്രവാചകൻ കേട്ടപ്പോൾ ഓക്കെ, അത് സന്തോഷം, സമ്മതിച്ച് ഓക്കെ, മരം വെട്ടി പണിതോളാൻ പറഞ്ഞു. ഉടനെ ഇവര് പറഞ്ഞു, പ്രവാചക, ഞങ്ങളെ ഒറ്റയ്ക്ക് വിടരുത്, പ്രവാചകനും കൂടെ വരണം, പ്രവാചകനില്ലെങ്കിൽ ഞങ്ങൾ പോവുകയില്ല. പ്രവാചകൻ അത് സമ്മതിച്ച്. അങ്ങനെ പ്രവാചകൻ ഇവരുടെ കൂടെ പോയി. ഇവർ മടവാളും കോടാലിയും എല്ലാ പരിപാടിയും എടുത്ത് അങ്ങനെ ചെന്ന് മരം വെട്ട ആരംഭിച്ചു. അങ്ങനെ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ ഒരു വ്യക്തിയുടെ കോടാലി തെറിച്ച് വെള്ളത്തിലേക്ക് പോയി. വെള്ളത്തിലേക്ക് പോയ പാടെ ഈ വ്യക്തി കരച്ചിലും ആരംഭിച്ചു. കാരണം ആ കോടാലി കടം വാങ്ങിച്ചു കൊണ്ടുവന്ന കോടാലിയാണ്. അതുകൊണ്ട് കടം വാങ്ങിച്ചയാള് അതിനെക്കുറിച്ച് ഓർത്ത് അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അതാണ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുലിഖിതം. തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ യജമാനനെ, അത് കടം വാങ്ങിയതാണ് എന്ന് പറഞ്ഞ അയാൾ നിലവിളിച്ച്. എവിടെയാണ് വീണത്? ദൈവപുരുഷൻ ചോദിച്ച്. 2 രാജാക്കന്മാർ 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എലീഷ ഇടപെടുകയാണ്. എലീഷ എവിടെയാണ് കോടാലി വീണത്? അപ്പോൾ ദാ അവിടെ അവിടെ അതങ്ങനെ കാണിച്ചു കൊടുത്തൊരു സ്ഥലം, വെള്ളത്തിൽ പുഴയിലെവിടെയോ ഒരു ഏതാണ്ട് ഒരു സ്ഥലം ചൂണ്ടി കാണിച്ചു കൊടുത്തു. ദാ അവിടെ. ആ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രേരിതനായി ഒരു കമ്പ് മുറിച്ചെടുത്ത് ആ ഭാഗത്തേക്ക് എറിഞ്ഞു. അതാ അവിടെ നിന്ന് ഇരുമ്പ് പൊങ്ങി വന്നു. അതാണ് 6-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങൾ. എവിടെയാണത് വീണത്? ദൈവപുരുഷൻ ചോദിച്ചു. സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് എറിഞ്ഞു. അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു. അതെടുക്കുക, എലീഷ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു അന്ധവിശ്വാസമായിട്ട് ചിന്തിക്കരുത്. എന്തെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നത് മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി ഉള്ളെന്നും ബാക്കിയെല്ലാം അന്ധവിശ്വാസമാണ് കണ്ണടച്ചിരുട്ടാക്കാൻ നിൽക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് അനന്ത സാധ്യതകളോടെ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ നിൽക്കുന്ന ഒരു കമ്പിനെ വെട്ടിയെടുത്ത് ദൈവമേ അങ്ങയുടെ നാമത്തിൽ അയക്കുന്നു എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് എറിഞ്ഞു. വെള്ളത്തിന്റെ അടിയിൽ ആഴത്തിൽ പൂണ്ട് ചെളിയിൽ പൂണ്ട് കിടന്ന കോടാലി ക്ഷണനേരം ഇരുമ്പ് പൊങ്ങി വെള്ളത്തിന് മുകളിൽ വന്ന് കിടക്കുക. ദൈവത്തിന് ശക്തി നിസാരമായി നീ കാണരുത്. വീണ്ടും രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം 38 മുതലുള്ള തിരുലിഖിതങ്ങൾ. എലീഷായും പ്രവാചകനും ഗിൽഗാലിൽ. അവർക്ക് വിശന്നു. പ്രവാചകൻ പറഞ്ഞു, ഇവർക്കായി ലേശ അവിയൽ തയ്യാറാക്കുവിൻ. ഉടനെ പ്രവാചകൻ പലരും പോയി കാട്ടിൽ നിന്ന് കാട്ടുമുന്തിരിങ്ങെല്ലാം പറിച്ച് അരിഞ്ഞ് പാത്രത്തിൽ വേവിച്ച് വലിയ കുട്ടക ഒരു ചട്ടി നിറയെ അവിയൽ എല്ലാവർക്കും ഉള്ള അവിയൽ തയ്യാറാക്കി. വിശന്ന് പൊരിഞ്ഞിരുന്നവർ വേഗം അതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ രംഗമുണ്ടായി. അതാണ് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 40 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവിയൽ വിളമ്പി ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു, ദൈവപുരുഷ, ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നേ. അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. എലീഷ വേഗം വന്നു. എലീഷ പറഞ്ഞു, കുറച്ച് മാവ് കൊണ്ടുവരിക. അവൻ ആ മാവ് പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കുവിൻ അവൻ പറഞ്ഞു. അപകടം നീങ്ങി അവർ സുഭിക്ഷമായി ഭക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക്, ഒരു വിഷത്തിന്റെ ഒരു പീഡ, ഒരു വിഷം നിമിത്തം, ആ ഭക്ഷണത്തിൽ പോയിസൺ കലർന്ന നിമിത്തം ഒരു ഫുഡ് പോയിസന്റെ ഒരു പീഡ ജനം അനുഭവിച്ചപ്പോൾ പ്രവാചകൻ ഒരു പിടി മാവെടുത്ത് ദൈവമേ എന്ന് പറഞ്ഞ് വാഴ്ത്തി അതിലേക്കിട്ടു. ആ ക്ഷണം ആ പാത്രത്തിൽ അത്ഭുതം സംഭവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെഞ്ചരിച്ച ഉപ്പ്, വെഞ്ചരിച്ച വെണ്ണ വെഞ്ചരിക്കണം നിർബന്ധമില്ല. ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രവർത്തിക്കാൻ ദൈവം തിരുമനസ്സായി എടുത്താൽ ആർക്കതിനെ തടയാൻ കഴിയും?
യേശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിൽ 13-14 തിരുലിഖിതങ്ങൾ, കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ടിവിടെ? ഏത് ഉപദേശകൻ അവിടത്തേക്ക് ഉപദേശം നൽകും? ഏത് പ്രബോധകൻ അവിടത്തേക്ക് പ്രബോധനം നൽകും? അവിടുന്ന് ആരോട് ഉപദേശം തേടി? നീതിയുടെ പാത അവിടുത്തെ പഠിപ്പിക്കുകയും അവിടത്തേക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അറിവിന്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തത് ആര്? ജനതകൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കൊല്ല് പൊടി പോലെയും ആകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന് ഉപദേശം കൊടുക്കാൻ, നമ്മുടെ കർത്താവിന് വഴി പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ കർത്താവിന് അളവ് നിശ്ചയിച്ചു കൊടുക്കാൻ, നമ്മുടെ കർത്താവിന് മാർഗം പറഞ്ഞു കൊടുക്കാൻ വളർന്ന് ജ്ഞാനിയായിട്ട് ആരുണ്ടിവിടെ എന്നാണ് യെശയ്യാ പ്രവചനത്തിൽ ദൈവം ഇടപെട്ട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരരെ, പ്രപഞ്ചത്തിലെ ഏത് മാധ്യമത്തിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ഇനി മറ്റു ചിലരുടെ സംശയം എങ്ങനെയാണ്, ഷാലോം ചാനലിൽ വചനപ്രഘോഷണം കേൾക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതമൊക്കെ സംഭവിക്കുമോ? ടെലിവിഷനിൽ കൂടി ഇങ്ങനെ സന്ദേശം പറയാൻ പറ്റുമോ? ടെലിവിഷനിൽ കൂടി വചനം കേൾക്കുമ്പോൾ അത്ഭുതം. ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി വചനം കേട്ടാൽ ചിലപ്പോൾ അത്ഭുതമൊക്കെ സംഭവിച്ചേക്കാം, അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ടെലിവിഷനിൽ കൂടി വചനം കേൾക്കുന്നതിന്റെ ആവശ്യം എന്ത്? അങ്ങനെ വചനം കേട്ടാൽ ഒരു ധ്യാനം കൂടുന്നതിന്റെ ഫലം ഉണ്ടാകുമോ? അങ്ങനെ വചനം കേട്ടാൽ അത്ഭുതം സംഭവിക്കുമോ? പലരുടെയും സംശയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് ഇതിനെക്കുറിച്ച് പറയാൻ ഒന്നേ ഉള്ളൂ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മറിയക്കുട്ടി, ചമ്പക്കളം വടക്കേ മിച്ചിരി ഇടവക്കാരിയാണ്. ഞാൻ അംഗൻവാടി ടീച്ചറായിട്ട് ജോലി നോക്കുന്നു. എനിക്ക് 5 വർഷമായി അലർജിയുടെ ചുമ തുടങ്ങിയിട്ട്. ഈ 5 വർഷമായ അലർജിയുടെ പല ഡോക്ടർമാരെയും കാണിച്ചു, ഒരുപാട് മരുന്നുകൾ കഴിച്ചു. ഒരു 25,000-30,000 രൂപയുടെ മരുന്നുകളല്ല ഞാൻ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചത്. ഒരു മരുന്ന് കഴിക്കുമ്പോൾ അത് വേറൊന്നിനും എനിക്ക് പിടിക്കാതെ വയറ്റിൽ അസിഡിറ്റി അതിൻ്റെയൊക്കെ അസുഖങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. അതെല്ലാം ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് എനിക്ക് മാറുന്നില്ല. അവസാനം ഞാൻ, എൻ്റെ മകൻ ജാർഖണ്ഡിൽ ജോലി ചെയ്യുകയാണ്. അവൻ എന്നോട് പറഞ്ഞു, സേവിയർ അച്ഛൻ്റെ ഒരു ധ്യാനം, അഭിഷേകാഗ്നി ധ്യാനം പിന്നെ ഞായറാഴ്ച 8:30 നടക്കുന്നുണ്ട്. അമ്മച്ചി അത് എല്ലാ ഞായറാഴ്ചയും 8:30 അമ്മച്ചിയുടെ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് അത് കൂടുവാൻ പറഞ്ഞു. ജാർഖണ്ഡിൽ ജോലി ചെയ്യുന്ന മകൻ അത് അറിഞ്ഞിട്ട് അമ്മച്ചി വിളിച്ചു പറഞ്ഞു. ഞാന് എല്ലാ തിരക്കുകളും ആ സമയത്ത് മാറ്റി വെച്ചുകൊണ്ട് ആ 8:30 സമയം ഞാനും എന്റെ ഭർത്താവും തന്നെ വന്നാലും ആ സമയത്ത് ഒന്നും എടുക്കില്ലെന്ന് പറഞ്ഞു അതെല്ലാം മാറ്റി വെച്ചിട്ട് ആ സമയമാകുമ്പം ചേച്ചിയുടെ ഭർത്താവ് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഈ വചനം കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് ഭർത്താവും എന്റെ മോളും എന്റെ അമ്മച്ചിയാണ്, ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കുടുംബം കേൾക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുമിച്ചിരുന്ന് കേൾക്കണം. എന്നിട്ട് അച്ഛൻ പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ പറയുന്നുണ്ട്, വീട്ടിൽ ഇവിടെ വരുവാൻ സാധിക്കാത്തവർ വീട്ടിലിരുന്ന് രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർക്ക് അച്ഛൻ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അഭിഷേകാഗ്നി ഈശോ തന്നൊരു വെളിപ്പെടുത്തലാണ്. അനേക പേർക്ക് അട്ടപ്പാടി വരെ ആഗ്രഹമുണ്ട്, പക്ഷേ രജിസ്ട്രേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഓരോ വീട്ടിലും ഇരിക്കുന്നവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്ന് ഈശോ പ്രത്യേക നിർദ്ദേശം തന്നു. അതനുസരിച്ചാണ് അനൗൺസ് ചെയ്യണത്. അത് ഇവർ കേട്ടു. എന്നിട്ട് ഇവർ അതേപോലെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാനെല്ലാം ആ മുട്ടുമേ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, അട്ടപ്പാടിയിൽ വരുവാൻ എനിക്ക് സാധിക്കത്തില്ല, ഇത്രയും ദൂരം ഞാൻ എങ്ങനെ വരും? എന്നാലും ഈ അടുത്ത പ്രദേശത്തിൽ എവിടെങ്കിലും ധ്യാനം വെക്കുകയാണെങ്കിൽ എൻ്റെ ഈ ചുമ മാറി മറ്റുള്ളവരുടെ, ഞാൻ പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കുമ്പോൾ എനിക്ക് അവിടെ പങ്കെടുക്കാൻ സാധിക്കാതെ, കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയാണ്, കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഒരുപാട് മീറ്റിങ്ങുകൾക്ക് വിളിക്കാം സർക്കാർ. ആ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ ചുമച്ച് അവശ കൊളാവും. തണുത്ത സാധനങ്ങൾ ഒന്നും കഴിക്കുക, ഒരു പഴം പോലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ആ ധ്യാനം തുടർച്ചയായിട്ട് കൂടാൻ ഒരു 4 മാസമായി ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങിയിട്ട്. 2 മാസം കഴിഞ്ഞതിന് ശേഷം അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിലിരിക്കുന്ന രോഗികളെല്ലാം അസുഖങ്ങളുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോൾ, ത്വക്ക് രോഗങ്ങളുള്ളവർക്ക് വേണ്ടിയും ഈ ചുമയുള്ള അലർജികളുള്ളവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ കൂടി എനിക്കൊരു പ്രത്യേക ഒരു അനുഭവമാണ് ഉണ്ടായത്. ഞാൻ അന്ന് മുതൽ പെട്ടെന്ന് പിടിച്ചു നിർത്തിയ പോലെ, ഒരു മരുന്നിനും സാധിക്കാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഈശോ അച്ഛനോടിലൂടെ എനിക്ക് സാധിച്ചു തന്നത്. അത് ആ സമയത്ത് പിടിച്ചു നിർത്തിയ പിന്നെ അത് വിട്ടുപോയ, പിന്നെ ഇന്ന് വരെയും ഒരു ചെറിയ ചുമ പോലും എനിക്ക് വന്നിട്ടില്ല. ഒരു ചെറിയ ചുമ പോലും വരാത്ത ആ സമയത്ത് തൽക്ഷണം സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. ഇത്രയും സമയം ഇവിടെ വന്നിരുന്നിട്ടും ഇത് ഞാൻ ഒരാഴ്ച ഒരു ശക്തി അപ്പൊ ശരീരത്തിൽ കൂടെ പോണ പോലെ അനുഭവം ഉണ്ടായി, തൽസമയം സൗഖ്യം പ്രാപിച്ചു. ഇതുവരെ ചെറിയ ചുമയും വന്നിട്ടില്ല. തണുത്ത സാധനങ്ങൾ കഴിക്കുന്നുണ്ട്, പഴം കഴിക്കുന്നുണ്ട്, ഒന്നും എനിക്ക് മോര് ഐസ്ക്രീം എല്ലാം തണുത്ത സാധനം കഴിച്ചത് ഒരു കുഴപ്പമില്ല. ഈശോയ്ക്ക് 1000 നന്ദിയും. ഹല്ലേലൂയ. തൈരൊക്കെ കഴിച്ചോട്ടോ. ഹല്ലേലൂയ. മോര്, തൈര്, പഴം, പിന്നെ തണുത്ത എന്താ ഇവിടെ ഉള്ളത്?
എല്ലാം കഴിച്ചോ? അവർക്ക് പറ ഹല്ലേലൂയ. കർത്താവ് അങ്ങോട്ട് സൗഖ്യം കൊടുത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക് എത്ര പ്രകടമായി ഈ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇടപെടുന്നു. ടെലിവിഷനിലൂടെ വചനം കേൾക്കുമ്പോഴും ഓരോ മീഡിയങ്ങളിലൂടെയും കർത്താവ് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അന്ധകാര പീഡകൾ വിട്ടുപോകട്ടെ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 42:15 ഞാൻ ഇപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികൾ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവ് തന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കുന്നു. ഏറ്റു പറയാം, ഞാനിപ്പോൾ നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തികൾ അനുസ്മരിക്കുകയും നമ്മുടെ കർത്താവിന്റെ പ്രവർത്തികൾ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. വിശ്വസിക്കുക മക്കളെ, രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഈ സമയം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഓരോ നെടുവീർപ്പുകളും ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുകയാണ്. ഇന്ന് അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനകളോട് ചേർത്ത്, ദേശമെമ്പാടുമുള്ള വിശുദ്ധരുടെ ദാനധർമ്മങ്ങളോട് സൽകൃത്യങ്ങളോട് ചേർത്ത്, വിശുദ്ധ സഭയുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഈ ഓരോ പൈതലിന്റെയും ഓരോ കണ്ണുനീരും ഓരോ നെടുവീർപ്പും ഓരോ വേദനയും ഓ ദൈവമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഓ ദൈവമേ, ഇന്ന് ഇടപെടണമേ. ഇരു കരങ്ങൾ നീട്ടി ഏറ്റെടുക്കണമേ. ഓരോ ഭവനത്തിലേക്ക് അങ്ങനെ കൈകളെ നീട്ടണമേ. രോഗികളെ സ്പർശിക്കണമേ. കണ്ണുനീരൊഴുക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ. നിലവിളിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. കൈ കുഞ്ഞുങ്ങളിലേക്ക് ഇടപെടണമേ. ബാലികാ ബാലന്മാരെ തൊടണമേ. കുട്ടികളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഈശോയെ ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-37 തിരുലിഖിതം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഏറ്റു പറയാം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുനാഥ വാവാ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവാ യേശുനാഥ വാവാ യേശുനാഥ വാവാ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവാ യേശുനാഥ
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്ന സമയമാണ്. രോഗികൾ അവരവർ കിടക്കുന്ന സ്ഥലങ്ങളിൽ കിടന്ന് ഈശോയിലേക്ക് നോക്കി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രയാസത്തിൽ ഇരിക്കുന്നവർ യേശുവിലേക്ക് ഹൃദയം ഉയർത്തുക. ഹൃദയത്തിൽ എത്രമാത്രം പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കാമോ അത്രയും തീഷ്ണതയോടെ യേശുവിലേക്ക് നോക്കി നിലവിളിക്കണം. ഒരു ദേവാലയത്തിന്റെ പവിത്രതയിൽ നിങ്ങളിവിടെ എവിടെയാണോ അവിടെ ഇരുന്ന് വിശുദ്ധമായ ചിന്തകളോടെ യേശുവിനെ വിളിക്കുക. ഇപ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ നിർത്തുക. മുട്ടുകുത്തി സാധിക്കുന്നവരെല്ലാവരും വിശ്വാസത്തോടെ ഈ ശുശ്രൂഷ പങ്കുചേരുക. എല്ലാവരും മുട്ടുകുത്തി ഈശോയിലേക്ക് നോക്കി യേശുവേ യേശുവേ ഉറക്കെ വിളിച്ച് വിളിച്ച് ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ വലിയ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. യേശുവേ ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. ഓരോ കുടുംബങ്ങളും നിലവിളിക്കട്ടെ. ഓരോ മക്കളും നിലവിളിക്കട്ടെ. രോഗികൾ നിലവിളിക്കട്ടെ. തകർന്നവർ നിലവിളിക്കട്ടെ. വിദ്യാർത്ഥിനികൾ യേശുവിനെ വിളിക്കുന്നു. ഹൃദയം തുടങ്ങി വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. ആരാധന ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. അന്ധകാര കോട്ടകൾ തകരട്ടെ. യേശുവേ യേശുവേ. നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു യേശുനാഥ. സാധ്യമൊന്നും എന്റെ ദൈവത്താൽ സാധ്യമല്ല.